നമസ്കാരം. ഇന്ത്യൻ സൈനിക മേഖല ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. സ്മാർട്ട് സോൾജിയേഴ്സ് എന്ന കർമ്മ പദ്ധതിയിലൂടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അത്യാധുനിക സാങ്കേതിക കഴിവുകളുള്ള കരുത്താർന്ന സൈനികരെ പരിശീലിപ്പിച്ച് കർമ്മനിരതരാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. ഇതിനായുള്ള നവീകരണ സംരംഭ നടപടികൾ ത്വരിതഗതിയിൽ ആവിഷ്കരിച്ച് പ്രാബല്യത്തിലാക്കുന്നത് വഴി ആഗോളതലത്തിലെ തന്നെ ശ്രദ്ധേയ പ്രതിരോധ മേഖല സ്വന്തമായുള്ള രാജ്യമായി മാറുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം 64ാമത് നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിൽ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പങ്കുവച്ച പ്രതിരോധ കാഴ്ചപ്പാട് ഇതിന് അടിവരയിടുന്നതാണ്. സൈന്യത്തിന്റെ ഭാവിസജ്ജമായ സമീപനം എടുത്തു കാണിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ഇൻഫൻട്രി സോൾജിയർ സിസ്റ്റം അഥവാ FINSAS അഡ്വാൻസ്ഡ് മൊബിലിറ്റി വെഹിക്കിൾസ് വ്യത്യസ്തവും വെല്ലുവിളി നിറഞ്ഞതുമായ ഭൂപ്രദേശങ്ങളിലെ സംഘർഷങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറാക്കുന്ന നൈറ്റ് കോംബാറ്റ് സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ സൈന്യം സ്വീകരിക്കുന്നതിനെ കുറിച്ച് കരസേനാ മേധാവി പരാമർശിക്കുകയുണ്ടായി. ഫ്യൂച്ചറിസ്റ്റിക് ഇൻഫൻട്രി സോൾജിയർ സിസ്റ്റം അഥവാ FINSAS-നെ സ്മാർട്ട് സോൾജിയർ സംരംഭത്തിന്റെ കാതലെന്ന് വിശേഷിപ്പിക്കാം. കാരണം ഇത് വിപുലമായ ആശയവിനിമയം, ആയുധങ്ങൾ, സംരക്ഷണ ഗിയർ എന്നിവ ഉപയോഗിച്ച് സൈനികരെ സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്ര പ്രതിരോധ പരിപാടിയാണ്. ഇത് സേനയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒന്നാണ്. ഇതിലൂടെ സൈനികർക്ക് ധരിക്കാവുന്ന സാങ്കേതിക വിദ്യ, സുരക്ഷിത ആശയവിനിമയ മാർഗങ്ങൾ, സെൻസർ നെറ്റ്വർക്കുകൾ എന്നിവയിലൂടെ സാഹചര്യത്തെക്കുറിച്ചുള്ള അവബോധവും പ്രവർത്തന മികവും വഴക്കവും വർദ്ധിപ്പിക്കും. FINSAS പ്രൊജക്ട് സംവിധാനത്തിന് കീഴിലുള്ള സൈനികർക്ക് അത്യാധുനിക ആയുധങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം വ്യത്യസ്ത താപനിലകളിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയും രാത്രി കാഴ്ചാശേഷികൾ, ഭാരം കുറഞ്ഞ ബാലിസ്റ്റിക് സംവിധാന സംരക്ഷണം എന്നിവയും സജ്ജമാക്കാൻ കഴിയും. കൂടാതെ ശത്രുതാപരമായ സാഹചര്യങ്ങളിൽ ഇടതൂർന്ന നഗരപ്രദേശങ്ങൾ മുതൽ വളരെ ഉയരത്തിലുള്ള പോരാട്ട മേഖലകളിൽ വരെ ഫലപ്രദമായ പ്രവർത്തനം നടത്താനും കഴിയും. വിവിധ ഭൂപ്രദേശങ്ങളിൽ ചടുലതയും ലോജിസ്റ്റിക്കൽ പിന്തുണയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള അത്യാധുനിക മൊബിലിറ്റി വാഹനങ്ങൾ കരസേനയുടെ ആധുനികവൽക്കരണ മുന്നേറ്റത്തിന്റെ കേന്ദ്രഭാഗമാണെന്നും ജനറൽ ദ്വിവേദി പറയുകയുണ്ടായി. ഓൾ ടെറൈൻ വാഹനങ്ങളും നൂതന ലോജിസ്റ്റിക്കൽ ചട്ടക്കൂടുകളും സംയോജിപ്പിക്കുന്നത് വഴി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ പർവ്വത പ്രദേശങ്ങളിലും മരുഭൂമിയിലെ ഭൂപ്രകൃതിയിലുടനീളമുള്ള ഭീഷണികളോടും വേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമെന്ന് ഉറപ്പാക്കും. ഇത്തരത്തിലുള്ള അത്യാധുനിക പ്രതിരോധ വാഹനങ്ങൾ ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അവിടുത്തെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ ദ്രുതഗതിയിലുള്ള വിന്യാസം വളരെ പ്രധാനമാണ്. സൈന്യത്തിന്റെ സജ്ജീകരണം പോലെ തന്നെ നിർണായകമാണ് രാത്രികാല പോരാട്ടശേഷിയിലെ മുന്നേറ്റവും. സൈനികരുടെ 24x7 പ്രവർത്തന സജ്ജതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സൈന്യം നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ, തെർമൽ ഇമേജിംഗ് സംവിധാനങ്ങൾ, കുറഞ്ഞ വെളിച്ചത്തിൽ വളരെ വ്യക്തമായി കാണുന്നതിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ കൃത്യതയോടെ ടാർഗറ്റ് ചെയ്യൽ എന്നിവ നൽകുന്ന സെൻസറുകൾ സജ്ജീകരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന രാത്രി യുദ്ധശേഷി സൈന്യത്തിന്റെ തന്ത്രപരമായ നേട്ടം ഗണ്യമായി ഉയർത്തും. ഇത് സൈനികർക്ക് രഹസ്യ പ്രവർത്തനങ്ങൾ നടത്താനും മുഴുവൻ സമയ നിരീക്ഷണം നടത്താനും സഹായകമാണ്. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ചില പർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യയുടേത്. ഈ ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ വളരെ ഉയരത്തിലുള്ള യുദ്ധസജ്ജത കരസേനയുടെ ആധുനികവൽക്കരണത്തിന്റെ അനിവാര്യ ഘടകമാണ്. ജനറൽ ദ്വിവേദി പരാമർശിച്ചതുപോലെ ഇന്ത്യൻ സൈന്യം സജീവമായി ഉപകരണങ്ങൾ വാങ്ങുകയും വളരെ ഉയരത്തിലുള്ള അന്തരീക്ഷത്തിന് അനുയോജ്യമായ ലോജിസ്റ്റിക് തന്ത്രങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. ഓക്സിജൻ അടങ്ങിയ വിതരണ ശൃംഖലകൾ, ഉയരത്തിനനുസരിച്ചുള്ള പ്രത്യേക ആയുധങ്ങൾ, കടുത്ത തണുപ്പിനെ നേരിടാൻ കഴിയുന്ന വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങൾ വളരെ ഉയരങ്ങളിലെ ഭൂപ്രദേശങ്ങളിൽ സൈനികരുടെ സഹിഷ്ണുതയും പോരാട്ട ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഉപകാരപ്പെടും. വളരെ ഉയരത്തിലുള്ള യുദ്ധ ലോജിസ്റ്റിക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രവർത്തനപരമായ ആവശ്യങ്ങളും പാരിസ്ഥിതിക വെല്ലുവിളികളും പരിഗണിക്കാതെ സൈനികർക്ക് മികച്ച പിന്തുണയും സജ്ജീകരണവും ഉറപ്പാക്കാൻ കഴിയണം. ഇന്ത്യൻ ആർമിയുടെ ദീർഘകാല നവീകരണ കാഴ്ചപ്പാടിന് ശക്തമായ ലോജിസ്റ്റിക് നട്ടെല്ല് അത്യന്താപേക്ഷിതമാണ്. ഇത് തിരിച്ചറിഞ്ഞ് മുൻനിര യൂണിറ്റുകളിലേക്ക് അവശ്യ വസ്തുക്കളുടെ തടസ്സമില്ലാത്ത ഒഴുക്ക് ഉറപ്പാക്കുന്ന വിവിധ സംവിധാനങ്ങളുടെ വിതരണവും ലഭ്യതയും ആധുനിക സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകൾ വഴി സാധ്യമാക്കുന്നതിനാണ് ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ ഊന്നൽ നൽകുന്നത്. ഡാറ്റ അനലിറ്റിക്സ്, AI, ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ എന്നിവ ഈ മേഖലയിലെ മുന്നേറ്റത്തിനായി പ്രയോജനപ്പെടുത്തി വരികയാണ്. അങ്ങനെ തത്സമയ അപ്ഡേറ്റുകളും സപ്ലൈകളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസവും നൽകാൻ കഴിവുള്ള കൂടുതൽ പ്രതിരോധശേഷിയുള്ളതും പ്രതികരിക്കുന്നതുമായ ലോജിസ്റ്റിക് ശൃംഖല കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ ആർമി ലക്ഷ്യമിടുന്നു. ആയുധ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പരിശീലനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ആധുനികവൽക്കരണ തന്ത്രത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധയും കരസേനാ മേധാവി എടുത്തു പറയുകയുണ്ടായി. ഇതിനനുസൃതമായി നെക്സ്റ്റ് ജനറേഷൻ ആയുധങ്ങളിൽ
മേഖലകളിലും ഡ്രോൺ കഴിവുകളിലും സൈന്യം നിക്ഷേപം നടത്തി വരികയാണ്. സൈന്യത്തിന്റെ സ്വയംഭരണ ദൗത്യങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. അങ്ങനെ അതിർത്തികളിലെ നിരീക്ഷണ ശേഷിയും വർദ്ധിപ്പിച്ചു വരികയാണ്. ഈ വിധത്തിലെല്ലാം ഹൈബ്രിഡ് യുദ്ധവും സൈബർ ഭീഷണികളും ഉൾപ്പെടെ ഉയർന്നു വരുന്ന യുദ്ധതന്ത്രങ്ങളുമായി ഇന്ത്യൻ സേനയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഈ മുന്നേറ്റങ്ങൾ ഉറപ്പാക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.